സുഹൃത്തുക്കളെ, ഹെൽത്ത് വില്ലേജ് സൊസൈറ്റിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് ഈ സംഭാഷണം നടത്തുന്നത്. നല്ല ഭക്ഷണമാണ് നല്ല ആരോഗ്യം എന്നുള്ള കൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് ഹെൽത്ത് വില്ലേജ് സൊസൈറ്റി രൂപീകരിക്കുന്നത്. നമുക്കറിയാം, പൊതുവെ നമ്മുടെ ആരോഗ്യ മണ്ഡലമാണ്. മനുഷ്യന്റെ ആരോഗ്യം രോഗങ്ങൾ കൊണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന കാലത്തിലൂടെയാണ് നമുക്ക്. പക്ഷെ ഭക്ഷണമാണ് രോഗങ്ങളുടെ മുഖ്യ കാരണം എന്നുള്ള തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നല്ല ഭക്ഷണം പലപ്പോഴും നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാകാൻ ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് ഹെൽത്ത് വില്ലേജ് സൊസൈറ്റി രൂപീകരിക്കുകയും നമ്മൾക്ക് നല്ല ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിലൂടെ നമ്മുടെ പൊതുജനാരോഗ്യം കഴിയുന്നത്ര വീണ്ടെടുക്കാനുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൂടാതെ നമുക്ക് 20 അംഗങ്ങളാണ് ഇപ്പോൾ ഈ സൊസൈറ്റിയിലുള്ളത്. 20 അംഗങ്ങളിൽ ഭൂരിഭാഗം ആളുകളും കൃഷി ഉപജീവന മാർഗമാക്കിയ ആളുകളാണ്. അവരുടെ ഓൺ ഫാമിൽ നിന്നുള്ള വസ്തുക്കളാണ് കൂടുതലും നമ്മൾ ഈ സൊസൈറ്റിയുടെ ഔട്ട്ലെറ്റ് വഴി വിൽക്കാൻ ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ ലാഭം അല്ല പ്രധാനമായിട്ടും. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചുകൊണ്ട് ആരോഗ്യ രംഗം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇപ്പൊ ഞാൻ സൂചിപ്പിച്ചു, നമ്മുടെ ഈ അംഗങ്ങളിൽ ഭൂരിപക്ഷം പേരും കൃഷി ഉപജീവന മാർഗമല്ല. അതോടൊപ്പം തന്നെ അവർ ആട് ഫാം നടത്തുന്നവരുണ്ട്, കോഴി ഫാം നടത്തുന്നവരുണ്ട്. ഓൺ ഫാമിൽ നിന്നുള്ള സാധനങ്ങൾ തന്നെയാണ് നമുക്ക് യാതൊരു കലർപ്പുമില്ലാതെ ഇടനിലക്കാരില്ലാതെ നമുക്ക് ലഭ്യമാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ വിവിധ ഗ്രൂപ്പുകൾ രൂപീകരിച്ച ഗ്രൂപ്പുകളിലൂടെ ഉണ്ടാകുന്ന വാല്യൂ ആഡഡ് പ്രൊഡക്റ്റുകൾ നമുക്ക് ഏതൊക്കെ തരത്തിൽ ചെയ്യാൻ പറ്റും. അച്ചാറുകൾ അല്ലെങ്കിൽ മറ്റു പലതരം നമ്മുടെ ബേക്കറി സാധനങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് നമ്മുടെ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഒട്ടനവധി സാധനങ്ങളുണ്ട്. ഇതിനെ നമുക്ക് മൂല്യവർദ്ധിതമാക്കാൻ പറ്റുമോ? ആ മൂല്യവർദ്ധിതമാക്കുന്നത് വഴി നമ്മുടെ കൃഷിക്കാർക്ക് കിട്ടുന്ന ഗുണങ്ങളും അതോടൊപ്പം തന്നെ നമ്മൾക്ക് നല്ല വസ്തുക്കൾ ലഭ്യമാവുന്ന തരത്തിലാണ് സൊസൈറ്റി വിഭാവനം ചെയ്തത്. ഈ വരുന്ന 20-ാം തീയതി രാവിലെ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്ന സൊസൈറ്റി നമ്മുടെ എല്ലാവരുടെയും സഹകരണവും അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു കൺസെപ്റ്റും ഇത് ഓഫ്ലൈനായി ഓൺലൈനായുമാണ് നമ്മൾ സാധനങ്ങൾ വിതരണം ചെയ്യുന്നത്. ഏകദേശം കേരളം സറൗണ്ടിങ്സിലുള്ള 1 കിലോമീറ്റർ ചുറ്റുള്ളത് മുഴുവൻ ഫ്രീ ആയിട്ടായിരിക്കും നമ്മളിത് ഓൺലൈനിൽ കൊടുക്കുക. അതിന് പുറമെ നമ്മൾ ചെറിയ സർവീസ് ചാർജ് വാങ്ങിയായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ ചെലവേറിയ ഇതാണ്. പക്ഷെ അതുകൊണ്ട് നമുക്ക് എല്ലാവരും കൂട്ടായി നിന്ന് നമുക്ക് അതിന്റെ ബാക്കി കാര്യങ്ങൾ സനല് വിശദീകരിക്കും. നമസ്കാരം. തോമസേട്ടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സൊസൈറ്റി രൂപീകരിക്കുക എന്നുള്ളത് പറയുന്നത് വളരെ ഒരു വിഷമം പിടിച്ചൊരു പരിപാടിയാണ്. കാരണം ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് അതാണ്. നല്ല ഭക്ഷണങ്ങൾ കിട്ടാതിരിക്കുക, അതല്ലെങ്കിൽ എല്ലാത്തിലും മറ്റേ കെമിക്കലും വാല്യൂ ലാഭത്തിനു വേണ്ടി പല പല കാരണങ്ങൾ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഒരു പ്യുവർ സാധനം, അധികം കെമിക്കൽസോ കാര്യങ്ങളോ നമ്മുടെ ശരീരത്തിന് ദോഷം വരാത്ത സാധനങ്ങൾ കൂടി ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരിൽ നിന്ന് നേരിട്ട് നമ്മൾ സംഭരിച്ചിട്ട് നമ്മുടെ ഔട്ട്ലെറ്റ് വഴി ഒരു സൊസൈറ്റിക്ക് സപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ജീവിത അനുഭവം കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തോട്ടിലേക്ക് വന്നത് തന്നെ. പിന്നെ നമ്മുടെയൊക്കെ വീട്ടിൽ പല പ്രാവശ്യവും കുട്ടികളായാലും മുതിർന്നവരായാലും പലവിധ ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് പല ഹെൽത്ത് ഇഷ്യൂസും വന്ന് സീരിയസ് ആയിട്ട് ആശുപത്രികളിലൊക്കെ അഡ്മിറ്റ് ആയവരുണ്ട്. അങ്ങനെയൊക്കെ കണ്ടിട്ടാണ് നമ്മളും ഈ കൃഷിയിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങാനും. നമുക്കിപ്പോൾ ഏകദേശം ഒരു 20ഓളം വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് കർഷകരുടെ തന്നെ പല ഏരിയകളിൽ നിന്നായിട്ട്. അപ്പോൾ ഈ കർഷകരുടെ ഗ്രൂപ്പുകളിലെല്ലാം കർഷകർ അഭിമുഖീകരിക്കുന്ന മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് അവരുണ്ടാക്കുന്ന പ്രോഡക്റ്റിന് വാല്യൂ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പം അതിനൊക്കെ കൂടി ഒരു സൊല്യൂഷൻ എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചപ്പോഴാണ് നമുക്ക് ഇങ്ങനൊരു സൊസൈറ്റി രൂപീകരിക്കാനും ഈ സൊസൈറ്റി വഴി ഇങ്ങനെയുള്ള കാര്യങ്ങൾ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആയിട്ട് ഓരോ കർഷകരും ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളെ എങ്ങനെ മാർക്കറ്റിലേക്ക് ജനങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല ഭക്ഷണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്തയിലേക്ക് ഞങ്ങൾ വരുന്നത്. ഇതിൽ മെയിനായിട്ട് തോമസേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ ഓൺലൈനായിട്ട്, അതായത് ഹോം ഡെലിവറി സിസ്റ്റം നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. 1 കിലോമീറ്റർ ചുറ്റളവിൽ നമ്മൾ ഫ്രീ ആയിട്ടും അതിന് പുറമേ വരുന്നത് അതിൻ്റെ ഒരു ചെറിയ സർവീസ് ചാർജോടും കൂടിയിട്ടായിരിക്കും നമ്മൾ ഹോം ഡെലിവറി ചെയ്ത് കൊടുക്കുക. കാരണം നമുക്കറിയാം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന് അണുകുടുംബങ്ങളാണ്. വീട്ടിലധികം ആളുകളോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ചിലപ്പം മുതിർന്നവർ മാത്രമായിരിക്കും കുടുംബങ്ങളിൽ ഉണ്ടാവുക.
അവർക്ക് സിറ്റിയിലൊക്കെ വന്ന് സാധനങ്ങൾ മേടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവാം. അപ്പോൾ ആ കാരണങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ അവരെ എല്ലാവർക്കും ഒരു ഹെൽപ്പർ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഈ ഒരു സൊസൈറ്റിയുടെ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത്. വില്ലേജ് സൊസൈറ്റി കേരള സൊസൈറ്റിയാണുള്ളത്. നമ്മുടെ ഔട്ട്ലെറ്റിന്റെ പേര് ഫ്രഷ് ബൈ എന്നാണ്. മലയാളം യു പി സ്കൂളിന്റെ മുൻഭാഗത്താണ് നമ്മുടെ ആദ്യത്തെ ഔട്ട്ലെറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഡെയിലി കളക്ട് ചെയ്യുന്ന ഫ്രഷ് ഫിഷ് അത് നമ്മൾ നേരിട്ട് തോണിക്കാരെടുത്തു നിന്ന് പല ഹാർബറുകളിൽ നിന്നായിട്ട് എടുക്കുകയാണ്, ഇടനിലക്കാരില്ലാതെ. പിന്നെ നമ്മൾ എന്തെങ്കിലും കാരണവശാൽ കടലിൽ ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മുടെ അടുത്ത് ഫിഷ് ഉണ്ടാകത്തില്ല. നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെന്റ് നടത്തി ഫിഷ് സ്റ്റോർ ചെയ്യുന്ന പരിപാടിയില്ല. എല്ലാ ദിവസവും ഫിഷ് കളക്ട് ചെയ്തിട്ട് അത് ആളുകളിലേക്ക് കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ്. നമ്മൾ അതിനകത്ത് ലാഭം നോക്കുന്നില്ല, കാരണം അത് വളരെ ശ്രമകരമായൊരു ജോലിയാണ്. ദിവസവും ഫിഷ് കളക്ട് ചെയ്യുക, എല്ലാ ദിവസവും നമ്മുടെ വണ്ടി നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള ഫ്രോസൺ സീൽഡ് വെഹിക്കിൾ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. കൂടാതെ നമ്മൾ ഗുണനിലവാരം കൂടിയ വെജിറ്റബിൾസ്, ഗ്രോസറി ഐറ്റംസ് നമ്മുടെ സാധാരണ നാട്ടിൽ നമ്മുടെ കടകളിൽ കിട്ടുന്നതിനേക്കാളും കുറേ കൂടെ കൂടിയ ക്വാളിറ്റിയിലുള്ള ഗ്രോസറി ഐറ്റംസ്, പിന്നെ മറ്റ് ബീഫ്, ചിക്കൻ നമ്മുടെ സ്വന്തം ഫാമിലുള്ളത്, അതുപോലെ ആട് സ്വന്തം ഫാമിൽ സാധാരണ കർഷകരാണ്, പുള്ളിക്ക് ഫാമുണ്ട്. അപ്പം നമ്മുടെ സ്വന്തം പരമാവധി നമ്മുടെ ഓൺ പ്രൊഡക്റ്റ് ആണ്. കൂടാതെ നമ്മൾ കൂടുതലും ഉറപ്പുവരുത്തി നമ്മൾ വാങ്ങുന്ന ഐറ്റംസും കൂടിയാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇത് നല്ല ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു സൊസൈറ്റിയാണ് ഹെൽത്തി വില്ലേജ് സൊസൈറ്റി. അതിലൂടെ നമ്മൾ മറ്റാളുകൾക്കും കൂടി അത് ലഭ്യമാക്കാനുള്ള ഒരു ശ്രമമാണ്. അപ്പം നമ്മളോട് സഹകരിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും നമ്മളോട് സഹകരിക്കാം. നമ്മളൊരു VIP കാർഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ കാർഡ് വെച്ചിട്ട് നമ്മൾ ആ സൊസൈറ്റി ഒരു ബൈയിങ് മെമ്പർ ആയിക്കൊണ്ട് അവർക്ക് നല്ല വിധമായ ഒരു നല്ല റേറ്റ്, അധികം വിലയില്ലാത്ത രീതിയിൽ തന്നെ നമ്മൾ ലഭ്യമാക്കുന്നതാണ്. ഈ പറഞ്ഞ പോലെ ആളുകൾക്ക് ഓർഡർ ചെയ്യാം. എവിടെയാണെങ്കിലും നമ്മൾ കടിച്ചാറ്, കൊട്ടിയൂർ, കേരള പഞ്ചായത്തുകളിൽ എവിടെ നമ്മൾ ഹോം ഡെലിവറി കൊടുക്കുന്നതാണ്. അതിന് ചെറിയ ചാർജ് ഉണ്ടാവും. പക്ഷെ നോർമലി നമ്മൾ ഈ അടുത്ത പ്രദേശങ്ങളിൽ 1 കിലോമീറ്റർ ചുറ്റളവിൽ നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ ഹോം ഡെലിവറി കൊടുക്കും. ഗ്രോസറി ഐറ്റംസ് ആണെങ്കിലും ഫിഷ് ആണെങ്കിലും മീറ്റ് ആണെങ്കിലും. അപ്പോൾ നമ്മൾ ശനിയാഴ്ച ഓപ്പൺ ചെയ്യുന്നത് എല്ലാവരും സഹകരണം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും വരിക, സഹകരിക്കുക. കൂടാതെ പിന്നെ നിങ്ങളുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയൊക്കെ അറിയിക്കുക. ഒരു കുടക്കീഴിൽ എല്ലാ സാധനങ്ങളും നമ്മുടെ സ്ഥാപനത്തിൽ ഇപ്പോൾ നമ്മുടെ സ്റ്റോറിൽ വരുന്നവർക്ക് വേറെ അങ്ങോട്ട് പോകേണ്ടി വരത്തില്ല. ഇപ്പൊ തുടക്കത്തിൽ എല്ലാ ഐറ്റംസും ഒരു 99% ഐറ്റംസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുറവുള്ള ഐറ്റംസ് നമ്മൾ ആൾക്കാരുടെ സജഷനും ഫീഡ്ബാക്കും അറിഞ്ഞിട്ട് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. വരുന്ന ആളുകൾക്ക് പറയാം ഇന്ന സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ നമ്മളത് കൂടി ഉൾപ്പെടുത്തും. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ എല്ലായിടത്തും കിട്ടുന്ന സാധനം നമ്മൾ അങ്ങനെ കൊണ്ടുവരുന്നില്ല. നമുക്ക് മാക്സിമം വിഷരഹിതമായിട്ടുള്ള ഉൽപ്പന്നമാണ് നമുക്ക് തന്നെ കഴിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ്, നമ്മുടെ മക്കൾക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ്. അപ്പം നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സംസ്കാരം, ഒരു ആരോഗ്യ സംസ്കാരം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം കൂടിയിട്ടാണ്. ഇത് ലാഭേച്ഛയില്ലാതെ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഓക്കെ, ഇപ്പൊ എല്ലാവരും സഹകരണം പ്രതീക്ഷിക്കും. ഈ ചോദ്യം എന്നുള്ളത്, അതായത് ഈ കർഷകർക്ക്, ഇപ്പം നിങ്ങളുടെ മെമ്പർ അല്ലാത്ത കർഷകർക്ക് ഈ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് വിൽക്കാൻ കഴിയുമോ? അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ ഒരുക്കിയിട്ടുണ്ട്? തീർച്ചയായിട്ടും. ഇപ്പം നമ്മുടെ പ്രാദേശികമായിട്ട് ഇപ്പം ഉത്പാദിപ്പിക്കുന്ന കാർഷിക വിളകൾ, ഇപ്പം വാഴക്കൊല ആയിക്കോട്ടെ, ചീര ആയിക്കോട്ടെ, അങ്ങനെ പച്ചക്കറികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ നമ്പറിൽ വിളിച്ചിട്ട് അവർക്ക് അവിടെ കൊണ്ടുവന്നിട്ട് മാന്യമായ വില നമ്മൾ കൊടുക്കുന്നതാണ്. അതായിരിക്കും നമ്മൾ സെല് ചെയ്യുന്നത്. നമ്മൾ വിധമായ ലാഭം എടുത്ത് നമ്മൾ വിൽക്കും. പിന്നെ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് പ്രത്യേകം വെച്ചാൽ രാസവളങ്ങൾ ഉപയോഗിക്കുന്നതിനോട് നമുക്ക് എതിർപ്പില്ല. പക്ഷെ കീടനാശിനികൾ ഉപയോഗിച്ച ഉൽപ്പന്നങ്ങൾ നമ്മൾ എടുക്കുന്നതായിരിക്കില്ല. അപ്പൊ അത് നമുക്ക് അങ്ങനെ വിശ്വാസമുള്ള കർഷകരുടെ അടുത്ത് മാത്രം നമ്മൾ എടുക്കുകയുള്ളൂ. അപ്പോൾ കൂടുതൽ നമ്മൾ ഉദ്ദേശിച്ച് തന്നെ കീടനാശിനികൾ വെച്ച് വിൽക്കാതിരിക്കാവുന്നതാണ്. അപ്പോൾ കാര്യത്തില്ല. അത് കൂടാതെ തന്നെ നമ്മൾ പറഞ്ഞു, നമ്മൾ ഫിഷ് ആണെങ്കിലും നമ്മൾ കളക്ട് ചെയ്യുന്ന അത്രയധികം വിശ്വാസമുള്ള സോഴ്സുകളിൽ നിന്നാണ് ഡെയിലി കളക്ട് ചെയ്യും. നമ്മൾ ഒരിക്കലും പിന്നെ ഫോർമാലിനായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് 6 മാസം അല്ലെങ്കിൽ 2 മാസം വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടിയില്ല. അപ്പൊ അതിൽ നമ്മൾ കളക്ട് ചെയ്യുന്നതാണ്. ആളുകൾക്ക് നമ്മൾ വിളിക്കാം. ഈ സൊസൈറ്റിയിലുള്ള മെമ്പർമാരല്ലാത്ത ആളുകൾക്ക് പിന്നെ സാധനങ്ങൾ ആർക്കും സൊസൈറ്റിയിലെ ഇതൊരു സ്റ്റോറാണ്, ഇതൊരു ഔട്ട്ലെറ്റ് ആണ്. അപ്പൊ ആർക്കും വന്നിട്ട് സാധനങ്ങൾ വാങ്ങാം. അപ്പൊ നമ്മളൊരു VIP കാർഡുണ്ട്. ആ കാർഡ് എടുക്കുന്ന ആളുകൾക്ക് പ്രത്യേകം പിന്നെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് ഒരു മെമ്പർഷിപ്പ് പോലെ നമ്മൾ കൊടുക്കുകയാണ്. അപ്പൊ അവർ വരുന്ന സമയത്ത് അവരുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ നമ്മുടെ കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പേരിൽ അത് എൻട്രി ചെയ്യും. അതിനാണ്. അപ്പൊ നമ്മൾക്ക് ഈ പറഞ്ഞ ഹെൽത്തി സമ്പ്രദായത്തിനോട് താല്പര്യമുള്ള ആളുകൾ ഇപ്പൊ നമുക്ക് എന്തായാലും അത്ര ചീപ്പ് റേറ്റ് ആയിരിക്കുന്നില്ല. മാർക്കറ്റിൽ ഫിഷ് ആണെങ്കിലും നമുക്ക് വളരെയധികം റേറ്റ് കുറഞ്ഞ കിട്ടുമായിരിക്കും. പക്ഷെ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ സോഴ്സ് അത്രയധികം ക്വാളിറ്റിയുള്ള നമ്മൾ അത്ര വില കുറവ് നമ്മുടെ അടുത്ത് ഉണ്ടാകത്തില്ല. പക്ഷെ ക്വാളിറ്റി നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. നമുക്ക് ആ 100% നമുക്ക് ക്വാളിറ്റി ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. അത് വേണമെങ്കിൽ നമ്മൾക്ക് സംശയമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ അത് എടുത്തുകൊണ്ട് ലാബിൽ ടെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള അവസരം ഉണ്ടാവും. വേണമെങ്കിൽ ചെക്ക് ടെസ്റ്റ് ചെയ്യുന്നതിന് നമുക്ക് കുഴപ്പമില്ല. ഫിഷൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രവർത്തന സമയം ഉദ്ദേശിക്കുന്നത് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 8 മണി വരെയാണ്.
അപ്പോൾ അതിന്റെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം. പ്രാക്ടിക്കലി നമ്മൾ റൺ ചെയ്ത ശേഷം നോക്കിയിട്ട് ആളുകളുടെ ഫീഡ്ബാക്ക് അനുസരിച്ച് ചിലപ്പോൾ ചെറിയ മാറ്റങ്ങൾ വരും. കസ്റ്റമർ നിങ്ങൾ അപ്രോച്ച് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും കോൺടാക്ട് നമ്പറുകളുണ്ടോ? നമ്മുടെ ഹോം ഡെലിവറി നമ്പർ ഉണ്ട്. അത് നമ്മൾ ഈ വാർത്തയിൽ വേണമെങ്കിൽ ഈ മറ്റ് ഉൽപ്പന്നങ്ങൾ സാധാരണ നമ്മുടെ പ്രദേശത്ത് കിട്ടാത്ത മറ്റു ഉൽപ്പന്നങ്ങൾ ഉണ്ടാവും. അതിന്റെ ഒരു ഗുണനിലവാരം മറ്റ് ഉദാഹരണം സവോള, ഉരുളക്കിഴങ്ങ്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി നമ്മൾ കൃഷി ചെയ്യുന്ന സാധനങ്ങളല്ല. അത് തീർച്ചയായിട്ടും നമ്മൾ പുറത്ത് മറ്റ് സോഴ്സുകൾ നമ്മൾ ആശ്രയിക്കേണ്ടി വരും. അത് ചെയ്യുമ്പോഴും നമ്മൾ അതിന്റെ ഗുണനിലവാരം ഉറപ്പാക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം വേറെ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ സൊസൈറ്റി മെമ്പേഴ്സ് കഴിച്ച് നമ്മുടെ മക്കൾക്ക് കൊടുത്ത് നമ്മൾ കഴിച്ച് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്ത സാധനങ്ങൾ മാത്രമേ നമ്മൾ സെല് ചെയ്യുള്ളൂ. ഒരു കാരണവശാലും നമ്മൾ ആദ്യം എല്ലാം കിട്ടുന്ന സാധനം എല്ലാം എടുത്ത് നമ്മൾ വിൽക്കാൻ നിൽക്കുന്നില്ല. നമ്മൾ ആ ഒരു സമ്പ്രദായമാണ് നമ്മളത്. നമ്മൾക്ക് വിശ്വാസമുള്ള നമുക്ക് ഉറപ്പുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ വിൽക്കുള്ളൂ. അത് ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ്. നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും ഇഷ്യൂസോ പരാതി ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന് പറയാം. ഫിഷിന്റെ കാര്യത്തിലാണെങ്കിൽ ബീഫിന്റെ കാര്യത്തിലാണെങ്കിൽ ബീഫൊക്കെ നമ്മൾ വാങ്ങി കഴിച്ചത് കൃത്യമായിട്ട് നമ്മൾ ഈ പറയുന്നതൊക്കെ നമ്മൾ വർത്തമാനത്തിലല്ല. ഈ പറഞ്ഞ ഞങ്ങളുടെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ മേടിച്ച് കഴിക്കുന്ന ആൾക്കാർക്ക് അത് കൃത്യമായിട്ട് ബോധ്യപ്പെടും. കാരണം നമുക്ക് ഒരു കാരണവശാലും ആളുകളുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് മാത്രം നമുക്ക് ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ക്വാളിറ്റി ശരിക്കും പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കണം. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഓഫ്ലൈൻ ഓൺലൈനായിട്ട് പ്രൊഡക്റ്റ് വാങ്ങാൻ അല്ലെങ്കിൽ വെളിയിലിരിക്കുന്നവർക്ക് വീട്ടിലോട്ട് ഓർഡർ ചെയ്യാൻ അങ്ങനെ സംവിധാനം നമുക്ക് ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോം ഉണ്ട്. അത് നിലവിൽ വെബ്സൈറ്റ് ആയിട്ടുണ്ട്. അതിന്റെ ആപ്ലിക്കേഷൻ ഒരു 2 വീക്സിനുള്ളിലാവും. അപ്പോൾ അവർക്ക് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഓർഡർ ചെയ്യും. അപ്പോൾ അത് ഹോം ഡെലിവറി ആയിട്ട് വീട്ടിൽ കടിച്ചാൽ കേരളം പിന്നെ കുട്ടിയുടെ പഞ്ചായത്തുകൾ 3 പഞ്ചായത്തുകൾ നമ്മൾ ഹോം ഡെലിവറി ചെയ്യും. എല്ലാത്തരം ഉൽപ്പന്നങ്ങളും അവൈലബിൾ ആണോ? ഗ്രോസറി ഐറ്റംസ് ഉണ്ടാവും, വെജിറ്റബിൾ ഉണ്ടാവും, പിന്നെ ഫിഷ്, പച്ചമത്സ്യം, പിന്നെ കൂടാതെ ചിക്കൻ, ആട്, ബീഫ്, ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാവും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ആദ്യം തുടക്കത്തിൽ ഉദ്ദേശിക്കുന്നത്. ബാക്കി ആളുകളുടെ ഫീഡ്ബാക്ക് അനുസരിച്ച് നമുക്ക് നോക്കിയിട്ട് നമ്മൾ ആഡ് ചെയ്യും. എന്താ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ? ഫ്യൂച്ചർ പ്ലാൻ ഇപ്പൊ നമ്മളിപ്പോ ഇതൊരു തുടക്കം മാത്രമാണ്. അപ്പം ഇത് ഈ ഒരു ഇങ്ങനത്തെ ഒരു ഫ്രഷ് ഫുഡിന്റെ ആവശ്യം എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഔട്ട്ലെറ്റ് നമ്മൾ തുടങ്ങി അതിന്റെ സക്സസ് നോക്കിയിട്ട് നമ്മൾ അടുത്ത ഇതിലേക്ക് ചിന്തിക്കും. പിന്നെ പറഞ്ഞല്ലോ നമുക്ക് ഇതിനകത്ത് ലാഭമല്ല നമ്മുടെ സക്സസ് ആയിട്ട് നമ്മൾ പറയുന്നത്. കൂടുതൽ ലാഭകരമാണെങ്കിൽ അടുത്ത ഔട്ട്ലെറ്റ് തുറന്നുള്ളതല്ല. കൂടുതൽ ആളുകൾക്ക് ഇത് ആവശ്യമാണെന്ന് നമുക്ക് അത് തോന്നുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ ഈസി ആയിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വേറെ ഔട്ട്ലെറ്റുകളിലേക്ക് നമ്മൾ ചിന്തിക്കും. ഇതിന്റെ ഒരു മണി പ്രോഫിറ്റബിലിറ്റി അല്ല നമ്മൾ